ഉമ്മ മരിക്കണതിന് മുമ്പ് മകൻ മരിച്ചാല് അതെങ്ങനെയാണല്ലോ ഒരു ഉമ്മാക്ക് സഹിക്കാൻ പറ്റുക. എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടായി. കണ്ണീര് തുടച്ചിട്ട് ആ ഉമ്മ എൻ്റെ അടുത്ത് ഒന്ന് പറയാണ്, മോനെ അന്നെ പോലെ തന്നെ ഇനോന് കാണാന്, അന്റെ അതേ പ്രായം തന്നെയായിരുന്നു. ഇതുപോലൊരു മഴയുള്ള സമയത്താണ് അവന് കോഴിക്കോട്ടേക്ക് ഒരു അവാർഡ് വാങ്ങാൻ വേണ്ടി പോയത്. പക്ഷെ തിരിച്ചു വന്നത് എന്ന് പറഞ്ഞിട്ട് ഉമ്മ പറയാണ്, 3 വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ടാണ് എൻ്റെ മോനെ കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട്. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നോ എന്ത് പറയണമെന്നോ എനിക്കൊരു ഐഡിയ ഉണ്ടായില്ല. കഴിഞ്ഞ മാസം സെൻസസിന്റെ അവസാന ഘട്ട വിസിറ്റിങ്ങിനായിട്ട് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായ അനുഭവമാണ്. അതിലൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ, വീട്ടിൽ കാറുണ്ടോന്ന്. ഉണ്ടായിരുന്നു മോനെ എന്ന് പറഞ്ഞിട്ട് ഉമ്മ വിങ്ങി പൊട്ടുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഉമ്മ? അവിടുന്നാണ് ഉമ്മ ആ മോന്റെ കഥ പറയുന്നത്. സിവിൽ എഞ്ചിനീയർ ആയിരുന്ന എൻ്റെ മോൻ ആർക്കിടെക്ട് മേഖലയിലാണ് ജോലി ചെയ്തിരുന്നത്. 2 വർഷം മുമ്പാണ് മോൻ പോയത്. ഇറങ്ങാൻ നേരം ആ വീട്ടിന് ചുറ്റുള്ള ഡിസൈനുകളും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ട് പറയാണ്, ഇതൊക്കെ ഓൻ്റെ പ്ലാനാണ്. അവിടെ ഒരു അക്വറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാണിച്ചു തന്നിട്ട് എന്നോട് പറയാണ്, ഈ ഗ്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം അവന്റെ സങ്കല്പത്തിലുള്ളതായിരുന്നു. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ആ മുഖം മായണില്ല. പലപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥിക്കാറില്ലേ, എനിക്ക് ശേഷം മതി എൻ്റെ ഉമ്മ ഇവിടുന്ന് വിട്ടുപോകാനെന്ന്. കാരണം നമ്മളൊക്കെ ഈ ലോകം വിട്ടുപോയാലും നമുക്ക് വേണ്ടി മനമൊരുക്കി പ്രാർത്ഥിക്കാൻ ഉമ്മക്ക് കഴിയുന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ ഈ ഉമ്മയെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. നമ്മളൊക്കെ മരിച്ചാല് നമ്മുടെ ഉമ്മാരൊക്കെ എങ്ങനെ ജീവിക്കുക എന്നുള്ളത്. ഒരു മോൻ മരിച്ചാൽ അവന്റെ ഉമ്മയുടെ ജീവിതം അവസാനിക്കുന്നില്ല. മകന്റെ ഓർമ്മകളും സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ജീവിതം തള്ളി നീക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ മരിച്ചുകൊണ്ട് ജീവിക്കാൻ. ഉമ്മയുടെ സ്നേഹത്തിന് മക്കളുടെ പ്രായോ സമയോ എന്തിന് മരണത്തിന് പോലും പരിധി നിശ്ചയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഉമ്മ കൂടെ ഉള്ളപ്പോൾ സ്നേഹിച്ചോളൂ, അവരെ ചേർത്ത് പിടിച്ചോളൂ. കാരണം നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരാളെ മാത്രമായിരിക്കും. പക്ഷെ ഒരു ഉമ്മക്കും ഉപ്പക്കും നഷ്ടപ്പെടുന്നത് അവരുടെ ലോകം തന്നെയാണെന്ന് നമ്മൾ ഇങ്ങനെയുള്ള കാഴ്ചകളിലൂടെയാണ് തിരിച്ചറിയണത്.